അയർലൻഡിനെ പഞ്ഞിക്കിട്ട് ഇന്ത്യ ആദ്യ മാച്ചിൽ ചരിത്ര വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു എതിരാളി പോലും ആയിരുന്നില്ല അയർലൻഡ്. 96 റൺസിൽ അവർ ഓൾ ഔട്ടായി. സെക്കൻഡ് ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മ അടിച്ചു കളിച്ചതും ഈസിയായിട്ട് ഇന്ത്യ കളി ജയിച്ചു. ഇന്ന് കളി തോറ്റ ശേഷം അയർലൻഡ് ക്യാപ്റ്റൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അയർലൻഡിനെതിരെ കളിക്കുമ്പോൾ ഇന്ത്യ തന്നെ ജയിക്കുമെന്നത് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്ര ഈസി ആയിരിക്കുമെന്ന് കരുതിയില്ല. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് കളി തോറ്റ ശേഷം അയർലൻഡ് ക്യാപ്റ്റൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇന്ത്യ മികച്ചവരാണ്, അവരെ തോൽപ്പിക്കാൻ ഈസിയല്ല. എങ്കിലും ഞങ്ങൾ ഇന്ന് പരിശ്രമിച്ചു, പക്ഷേ അത് വിജയം കണ്ടില്ല. ഞങ്ങൾക്ക് പിഴച്ചത് ബാറ്റിങ്ങിലാണ്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ നല്ലൊരു ടാർഗറ്റ് ഇന്ന് നേടാമായിരുന്നു. പക്ഷേ ഇന്ത്യൻ ബൗളേഴ്സിനെതിരെ കളിക്കാൻ സാധിക്കുന്നില്ല. അവർക്കെതിരെ കളിക്കണമെങ്കിൽ പ്രത്യേക പരിശീലനം ആവശ്യമാണ്. ഇന്ന് ഞങ്ങൾ ബൗളിങ്ങിൽ പിടിക്കാനാണ് ശ്രമിച്ചത്, എന്നാൽ രോഹിത് ശർമ്മയാണ് അടിച്ചു കളിച്ചത്. അദ്ദേഹത്തെ വീഴ്ത്തിയാൽ ഞങ്ങൾക്ക് ഇന്ന് കളി ജയിക്കാമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. അടുത്ത മത്സരത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് അയർലൻഡ് ക്യാപ്റ്റൻ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. വേൾഡ് കപ്പിലെ ആദ്യ കളി തന്നെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് പുതിയൊരു ഓപ്പണിംഗ് കോംബോയാണ് ടീം ഇന്ത്യ പരീക്ഷിച്ചത്, പക്ഷേ അത് ഫ്ലോപ്പായിരിക്കുകയാണ്. കോഹ്ലിക്ക് കളിക്കാൻ സാധിച്ചില്ല. വെറും 1 റൺസ് മാത്രമാണ് കോഹ്ലി ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. വൺ ഡൗണിൽ കളിച്ചാൽ കോഹ്ലി മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കാറുണ്ട്. കോഹ്ലിക്ക് പൊസിഷൻ മാറിയപ്പോൾ കളി ഫ്ലോപ്പ് ആവുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അടുത്ത മാച്ചിൽ സഞ്ജുവിന് അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അയർലൻഡിനെ തൂക്കിയെറിഞ്ഞ പോലെ ഈസിയായിട്ട് പാകിസ്ഥാനെതിരെ ജയിക്കാൻ സാധിക്കില്ല. അടുത്ത മാച്ച് പാക്കുമായിട്ടാണ്. അതുകൊണ്ട് വ്യക്തമായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ പണി പാളുമെന്നത് ഉറപ്പാണ്. നിലവിൽ ഇന്ത്യ വലിയ ഫോമിലല്ല. അയർലൻഡിനെതിരെ ജയിച്ചിട്ട് കാര്യമില്ല. വലിയ ടീമുകൾ വരുമ്പോൾ ഇന്ത്യൻ ടീമിനെ അടിപതറാറുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.